നീ എന്തിനാ മോളെ എന്റെ ജീവൻ രക്ഷിച്ചത്? ഞാൻ നിന്നെ ദ്രോഹിക്ക് മാത്രമല്ലേ ചെയ്തുള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. എന്റെ കൺമുന്നിൽ ഒരു ജീവൻ പൊലിയുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്ക? നിങ്ങൾ ആരായാലും എന്റെ ധർമ്മം ജീവൻ രക്ഷിക്കുകയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. നിക്ക്. നീ എങ്ങനെ എവിടെ എത്തിയത്? എന്നെ ഒരു കള്ളക്കേസിൽ പെടുത്തിയതാ. പക്ഷേ അത് പറഞ്ഞ നിങ്ങളൊന്നും വിശ്വസിക്കില്ലല്ലോ. ഇവിടെ എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു കഥ പറയാനുണ്ടാവുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇതുവരെ നീ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. നീ പറ. എന്റെ അച്ഛന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗിരിയേട്ടനും ചേച്ചിയും ഞാനും തമ്മിൽ വഴക്കായി. ചേച്ചി ഗിരിയേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അന്നു മുതൽ ഞങ്ങൾ മാനസികമായി അകന്നു. എങ്കിൽ തന്നെയും എന്റെ മനസ്സിൽ ചേച്ചി എന്ന ദൈവങ്ങൾക്കൊപ്പമായിരുന്നു സ്ഥാനം. പീതാംബരം കൊല്ലപ്പെടുന്നതിന് മുൻപ് റോഡിൽ വെച്ച് ഞാനുമായിട്ട് വഴക്കായി. ദേഷ്യത്തിൽ ഞാൻ കൊന്നുകളയും എന്നെന്റെ നാവിൻ തുമ്പിൽ നിന്ന് വീണുപോയി. എന്നാൽ സംശയത്തിന് അതീതമായി ഗിരിയേട്ടനെ ആദ്യം അറസ്റ്റ് ചെയ്തു. പക്ഷേ ഗിരിയേട്ടനെതിരെ തെളിവുകൾ ശക്തമായിരുന്നില്ല. പിന്നെ കളവ് പോയ എന്റെ സർജിക്കൽ നൈഫ് പീതാംബരന്റെ ബോഡിക്ക് അരികിൽ നിന്ന് കിട്ടിയതിനാൽ ഞാൻ പ്രതിയായി. തെളിവുകൾ ഞാൻ അറിയാതെ തന്നെ ചേച്ചി ശേഖരിച്ച് ഫോറൻസിക്കിന് കൈമാറി. തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു. എന്റെ സർജിക്കൽ നൈഫ്, എന്റെ ഫിംഗർ പ്രിന്റ്, എനിക്ക് കുറ്റം നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോ നിന്നെ ഈ കേസിൽ ആരോ കുടുക്കിയതാ? ഇല്ലെങ്കിൽ എല്ലാ തെളിവുകളും ഇത്ര കൃത്യമായി നിനക്കെതിരെ കിട്ടില്ലല്ലോ. ആന്റിയുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രമാണോ ഞാൻ കുറ്റക്കാരിയല്ലെന്ന് വിശ്വസിക്കുന്നേ? അല്ല, നിന്റെ ശത്രു ഗോപാലനാണെന്നറിഞ്ഞതുകൊണ്ടാ. അവൻ ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട കളികളും കളിക്കും. ഈ കേസിൽ നിന്നെ കുടുക്കിയത് അവനാണെന്നറിഞ്ഞാലും എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടാവില്ല. ആന്റിക്ക് ഗോപാലിനെ അറിയോ? നന്നായിട്ടറിയാം. ഈ നാടിന്റെ ശാപമാണവൻ. ചുറ്റുമുള്ളവരുടെ കാശും ആരോഗ്യവും സന്തോഷവും എല്ലാം ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ഒരു പരാത ജീവിയാണവൻ. നീ ഗോപാലിന് കൊടുത്ത പണികളെപ്പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞു. കാശോ സ്വാധീനമോ ഒന്നുമില്ലാതെ ഒരു പെണ്ണിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ തെളിയിച്ചു. ഗോപാലിന് നിന്റെ പേര് കേട്ടാ മുട്ടിടിക്കും. നീ ജീവനോടെ ഇരുന്ന അയാൾക്ക് മനസ്സമാധാനം കിട്ടില്ലെന്ന് അയാൾക്കറിയാം. അതല്ലേ നിന്നെ കൊല്ലാൻ മറിയെ അയച്ചത്. മറിയ അയച്ചത് അയാളാണോ? പിന്നല്ലാതെ. നീ എന്നെ വെറുതെ സംശയിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് അയാളിലേക്ക് ഇതിനു മുമ്പേ തന്നെ എത്താമായിരുന്നു. അല്ല, നിന്നെ കുറ്റം പറയാനും പറ്റില്ല. ഇതുവരെ നിന്റെ മുന്നിലെ ശത്രു ഞാനായിരുന്നല്ലോ. അല്ല, ഗോപാലിനുമായിട്ട് ആന്റിക്ക് എന്താ പകയുള്ളത്? അത് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ സാവകാശം പറയാം. തൽക്കാലം ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ. ആവേശത്തിന് കുറെ ഡയലോഗ് അടിച്ചെന്നേ ഉള്ളൂ. ഒരു അറ്റാക്ക് കഴിഞ്ഞതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. സെല്ല് വരെ ഞാൻ കൊണ്ടാക്കാം.